കോന്നി ആനക്കുട്ടിലിൽ വച്ചുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിനെതിരെ ഇടത് സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ എം.എൽ.എ. പ്രതികരിച്ചത്. എം.എൽ.എയുടെ പ്രസ്താവനയാണ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയത്. സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കണമെന്നും ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതികരിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഇടത് സംഘടനയാണ് എം.എൽ.എക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സംഘടനയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കെ പി സുരേഷ്, കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്യായമായി നടപടിയെടുക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇടത് സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കോന്നിയിൽ ഇന്ന് പ്രതിഷേധ സംഗമം നടത്തിയത്. ഈ പ്രതിഷേധ സംഗമത്തിലാണ് കെ.യു. ജനീഷ് കുമാർ എം.എൽ.എക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എം.എൽ.എ. നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് സംഘടന ആരോപിക്കുന്നത്. ഈ സംഭവം നടന്ന തൊട്ട് പിന്നാലെ തന്നെയായിരുന്നു കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തിയത്. ഇതിന് പിന്നാലെ തന്നെ 5 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. എം.എൽ.എയുടെ ഈ പ്രതികരണമാണ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയതെന്നും യാതൊരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഇത്തരത്തിലുള്ള പ്രതികരണം എം.എൽ.എ. നടത്തിയത് നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനമാണെന്നും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സംഘടനയ്ക്ക് ഉള്ളത് എന്നുള്ളതുമാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കണമെന്നും നടപടി പുനഃപരിശോധിക്കണമെന്നും ഈ സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.